പശുക്കളെ കുറിച്ച് ഒത്തിരി ആളുകൾക്ക് സംശയങ്ങളുണ്ട്, അറിയാനുള്ള കൗതുകവും ജിജ്ഞാസയും ഒക്കെ ഉള്ളൊരു ഒരു മേഖലയാണ് ഈ നാടൻ പശു വളർത്തൽ എന്ന് പറയുന്നത്. അപ്പം ഈ പശു എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് വെച്ചൂര് ക്രോസ് ഉള്ള പശുവാണ്. ഇവളെ കണ്ടാൽ പറയത്തില്ല ഇത് മൂന്നാം പ്രസവത്തിൽപ്പെട്ട പശുവാണെന്ന്. ഇവിടെ രണ്ട് പ്രസവിച്ചു, ഇപ്പം മൂന്നാമത് ചെനയായി നിൽക്കുകയാണ്. പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ആരോഗ്യമുള്ള നല്ലൊരു പശുവാണ്. മാത്രമല്ല ഈ നാടൻ പശുക്കൾക്ക് പൊതുവെ സൂര്യനാടി കേതു എന്ന് പറഞ്ഞ് ഇവരുടെ നട്ടലിൽ കൂടി ലൈൻ പോകും. അപ്പൊ ഇങ്ങനെയുള്ള സൂര്യനാടി കേതുള്ള പശുക്കൾക്ക് ഈ സയന്റിഫിക്കലി പറയുന്നുണ്ട്, നമുക്ക് ഈ ബി പി ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ കൈയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വൈബ്രേഷൻ ഉണ്ട് നാടൻ പശുക്കൾക്ക്. അത് കുറയും. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ പാല് A2 മിൽക്കാണ്. ഇവർ ഈ സാധാരണ തൊട്ടാവടി, ഈ ചൊറിയണം, ഇങ്ങനെയുള്ള പല പല ഔഷധ സസ്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. അതുപോലെ തന്നെ ഇവരുടെ ചാണകം, ഗോമൂത്രം ഇതിനെല്ലാം ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. നമ്മൾ ചാണകമാണെങ്കിൽ പോലും നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ ഒക്കെ പറ്റും. നമ്മുടെ നല്ല ഡ്രൈ ആണ്, നല്ല കൗഡങ്കാണ്, നല്ല ടൈറ്റ് ആയിട്ടുള്ള ചാണകമാണ്. അതുപോലെ തന്നെ ഗോമൂത്രമാണെങ്കിലും വളരെ ഔഷധ ഗുണമുള്ളതൊക്കെയാണ്. ഗോമൂത്രം ഇവിടെ നേരത്തെ വന്ന് അഞ്ചാലമ്മൂട്ടിലുള്ള ഒരാൾ വന്ന് എടുക്കുമായിരുന്നു, അവർക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി. ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ എനിക്ക് നാടൻ പശുക്കൾ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ ഹൈബ്രിഡ് പശുക്കളുടെ സെയിൽ ആയതുകൊണ്ട് ഇപ്പൊ ഇവളെ കൊടുക്കാനുള്ളതല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനും ഒക്കെ ആവശ്യമുള്ള ഒരു ഇനം പശുവാണ്. നമ്മുടെ കേരളത്തിന്റെ തനത് ഇനമാണ്. ഇവർക്ക് രോഗങ്ങളില്ല. നമ്മുടെ വെയില്, നമ്മുടെ മഴ, നമ്മുടെ ശൈത്യം ഇതെല്ലാം ഏൽക്കാൻ പറ്റുന്ന ഒരു ഇനം പശുവാണ്. പിന്നെ സയന്റിഫിക്കലി പറയുന്നുണ്ട്, ഇവരുടെ ഈ സൂര്യനാടി കേതു, ഈ സൂര്യനാടി കേതുവിൽ നമ്മൾ കൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വൈബ്രേഷൻ ഉണ്ട് നാടൻ പശു. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിലെ BP അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് ഈ ഗിറ്, സഹിവാള്, കാസർഗോഡ് കുള്ളൻ, ഈ ഹമ്പ് വരുന്ന ഇനത്തിനെല്ലാം അത് നല്ലതെന്നാ പറയുന്നത്. പക്ഷെ എത്രത്തോളം ശരിയെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇവരോട് കൂടുതൽ അടുപ്പം വരാൻ കാരണം ഈ ഇണക്കമാണ്, ഈ സ്നേഹമാണ്. അതുപോലെ തന്നെ ഇവര് വളരെ ഹെൽത്തി. അപ്പൊ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ എല്ലാ വീട്ടിലെ ചേട്ടന്മാരും ഒരു നാടൻ പശുവിനെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാണ്. ഇവരെ കൊണ്ട് യാതൊരു ശല്യമില്ല. ഇവരുടെ പ്രസവം ആയിക്കൊള്ളട്ടെ, ഇവരുടെ കറവ ആയിക്കൊള്ളട്ടെ. അതുപോലെ പിന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നാടൻ പശുക്കള് കറവ സമയത്ത് ചവിട്ടിയെടുത്ത് എറിയും. അത് അങ്ങനെ കാണും. 100 പശുക്കൾ എടുത്താൽ അതിനകത്ത് ഒരു 10-15 അങ്ങനെ കാണുമായിരിക്കും. പക്ഷെ ഇവരൊന്നും അങ്ങനെ കുഴപ്പമുള്ളതല്ല, വളരെ സ്നേഹമാണ്. കണ്ട എൻ്റെ അടുത്ത് എന്തോ ഒരു സ്നേഹമാണ്. എന്താടി? ഇവളുടെ പേര് യമുന എന്നാണ്. ഇവള് നമ്മളെ വന്നിട്ട് തന്നെ ഇപ്പൊ ഒരു 5 വർഷമായി. ഇവള് 2 പ്രസവിച്ചു. ഇനിയിപ്പോ മൂന്നാമത് ചെനയായിട്ട് നിൽക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു പശുവാണ്. കൊടുക്കാനുള്ളതല്ല. നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നല്ല സ്വഭാവം ഒക്കെ ഉള്ളതാണ്. അപ്പൊ നാടൻ പശുക്കളുടെ പാൽ A2 മിൽക്കാണ്. അതുപോലെ നല്ല തൈര്, നല്ല നെയ്യ് ഒക്കെയുള്ള, പ്രതിരോധമുള്ള, അസുഖങ്ങളൊന്നും ഇല്ലാത്ത, നല്ല സ്നേഹത്തിലുള്ള നല്ല പശുവാട്ടോ. അപ്പൊ ഇവളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആരും വിളിക്കരുത്. കൊടുക്കാനുള്ള പശുവല്ല.